ശരണം, നാടുലമേ ദേവീ ശരണം. ആദ്യത്തെ 3 കോലങ്ങൾ അമ്മയുടെ തിരുനടയിലേക്ക് ആദ്യമായി വരികയാണ്. ഈ ക്ഷേത്രത്തിന്റെ നടവഴികളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ സൈഡുകളിലേക്ക് മാറി നിൽക്കണം. കോലങ്ങൾ വരുന്നതിന് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. താളമേളവാദ്യങ്ങളോടും കൂടിയാണ് എത്തുന്നത്. അതുകൊണ്ട് കഴിവതും ഭക്തജനങ്ങൾ ഈ നടവഴിയുടെ നടപ്പാതയുടെ 2 ഭാഗങ്ങളിലായി മാറി നിൽക്കേണ്ടതാണെന്ന് കൂടി അറിയിക്കുന്നു. ആദ്യത്തെ 3 കോലങ്ങൾ ശ്രീ ശ്യാമോഹൻ ശ്രീധരയം പള്ളിക്കോട്, ശ്രീ കിരൺമോഹൻ ശ്രീധരയം പള്ളിക്കോട്, ശ്രീ സുരപ്രകാശ് ശരണിവാസ് അങ്ങാടിക്കൽ. ഈ 3 കോലങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. ആ കോലങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കേണ്ടതാണെന്ന് അറിയിച്ചു. ഈ 3 കോലങ്ങള് ക്ഷേത്രത്തിലെ പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 3 കോലങ്ങള് മേഘ ശ്രീജിത് ഭവനം പള്ളിക്കോട്, അനുകുമാർ ശ്രീജിത് ഭവനം പള്ളിക്കോട്, ശ്രീജ ശ്രീജിത് ഭവനം പള്ളിക്കോട്. ഈ 3 കോലങ്ങളാണ് പിന്നീട് തയ്യാറാകേണ്ടത്. ഈ 3 കോലങ്ങളുടെ പ്രദക്ഷിണങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത 3 കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. സമയബന്ധിതമായി നടക്കേണ്ടതാണ് കോലമെഴുന്നള്ളിപ്പ്. അതുകൊണ്ട് കോലമെഴുന്നള്ളിക്കുന്ന ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോലം തുള്ളി അത് പാടി ഒഴിഞ്ഞു മാറുന്നതാണ് സമർപ്പണം. എല്ലാ കുടുംബാംഗങ്ങളും അതിൽ പങ്കാളികളാകണം. ആയതുകൊണ്ട് ആ കോലമെഴുന്നള്ളിപ്പ് കൃത്യമായി പേര് വിളിക്കുന്നവരെ യഥാ സമയത്തോടുകൂടി സമർപ്പിക്കണമെന്നും കൂടി അറിയിക്കുക. അമ്മയുടെ തിരുവൽപ്പിലേക്ക് ഭൈരവി, മരുത ഇങ്ങനെയുള്ള വിവിധ രൂപങ്ങളോട് കൂടിയിരിക്കുന്ന കോലങ്ങൾ ഭഗവതിയുടെ മുൻപിലേക്ക് എഴുന്നള്ളപ്പെടുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഭക്തിയാദരവുന്നു നാമജപത്തോടു കൂടി അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ആയുസ്സും ആരോഗ്യവും സമ്പർക്കമർദ്ദയും പൂർണ്ണമാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ 3 കോലങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആദ്യത്തെ 3 കോലങ്ങളിൽ 1 കോലം മാത്രമാണ് എത്തിയിട്ടുള്ളത്. അടുത്ത 2 കോലങ്ങളും എത്രയും വേഗം തന്നെ ക്ഷേത്രത്തിലേക്ക് കടക്കണമെന്ന് അറിയിക്കുക. അടുത്ത 2 കോലങ്ങളും എത്രയും വേഗം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുക. സമയബന്ധിതമായി ഇത് സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത 2 കോലങ്ങൾ എത്രയും വേഗം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. സമയം ക്രമീകരിച്ചുകൊണ്ട് പടയണി അവതരണം ഉള്ളതുകൊണ്ട് കോലം എഴുന്നള്ളിക്കുന്നവര് സമയബന്ധിതമായി അത് കൃത്യമായി പാലിക്കണം. ആ 2 കോലങ്ങളും